ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ക്രിസ്മസ് കളക്ഷൻസിന്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ വൈറ്റ്, ഗ്രീന് അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, റെഡ് ഒക്കെയാണല്ലോ, മെറൂൺ, ആ ഒരു ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പിന്നെ ഒരു കോമൺ ഷെയ്ഡ് തന്നെയാണ് ബേജ് കളർ വരുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എ ലൈൻ പാറ്റേണിലോട്ട്. ഇത് ക്രഷ്ഡ് ഓർഗൻസിയാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫുള്ളി സ്റ്റോൺസ് ആണ് കേട്ടോ. അത് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പ്രത്യേകം ഞാൻ പറയുന്നത് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ്. പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാമ്പൂ വാഷ് ഒക്കെ ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് ഫുള്ളി. നല്ല രസമുണ്ട്. അവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഈ മണൽ ഇങ്ങനെ ഇട്ട പോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു പ്രിൻസസ് കട്ട് യോക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. മിഡിലിൽ ഇങ്ങനെ ഒരു നല്ലൊരു പാറ്റേൺ, നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഷേപ്പ് തോന്നും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ നമ്മൾ പ്ലെയിൻ എ ലൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ വരുന്നത്. ഒരു ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒരു ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട് കണ്ട പ്രിൻസസ് കട്ടിന്റെ ഒരു യോക്ക കൊടുത്തേക്കുന്നത് ഇതേപോലെ. എന്നിട്ട് താഴോട്ട് നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് വരുന്നത് 48 ആണ്. പിന്നെ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഞാൻ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റോൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ നമ്മൾ യോക്കിന്റെ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല ഇതിനകത്ത് തന്നെ ഓരോ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് ഒത്തിരി തിളങ്ങുന്നതല്ല കേട്ടോ, ഇത് ലൈറ്റിന്റെ ആണ്. ചെറിയ സ്റ്റോൺസ് ആണ്, സിൽവർ കളർ ചെറിയ സ്റ്റോൺസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം വേണമെങ്കിൽ സെയിം ടോൺ തന്നെ ഇട്ടിട്ട് കുർത്തിയായിട്ട് വെയർ ചെയ്യാം. ഇനി ഇത് തന്നെ സ്ലിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. കാരണം നമ്മൾ പേ ലൈൻ പാറ്റേണാണ് ചെയ്തേക്കുന്നത്. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. നമുക്ക് ക്രിസ്മസിന്റെ കളക്ഷൻസിൽ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല അടിപൊളിയാണ്. നമുക്ക് ഏത് ഏജുകാർക്കും വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ വെച്ചു ഇങ്ങനെ ചെറിയ പിള്ളേർക്ക് പറ്റിയാണെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നതാണ്. പക്ഷെ ഇത് വേറെ ഇതിപ്പോൾ നല്ല വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇതുപോലെ നമ്മളൊരു ബോട്ട് നെക്ക് വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കണ്ടോ, ട്രാൻസ്പെറന്റ് ആയിട്ട് ഉള്ളിലോട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 ലെയർ ലേസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഭംഗി ഇതിന്റെ ആ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നതാണ്, കണ്ടോ. നല്ല ഭംഗിയാണ്. അത് ആ കിടന്ന് നല്ല ഓർഗൻസ ഫാബ്രിക് ആണ്. അതിനകത്ത് ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. ഇതുപോലെ ചെറിയൊരു ബൂട്ടാസ് വരുന്നുണ്ട്. എന്നിട്ട് സ്ലീവിലോട്ട് ഇതുപോലെ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇതാണ് കണ്ടോ, ആ എൻഡിലോട്ടുള്ള ആ വർക്ക് കണ്ടോ, സീക്വൻസ് വർക്ക് നല്ല ഭംഗിയാണ്. ആ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ അത് അതേപോലെ തന്നെ നല്ല ഫ്ലെയറിൽ ഇതേപോലെ കിടക്കും, കണ്ടോ. ഒത്തിരി ഫ്ലെയർ ഉണ്ട് ഇതിനകത്ത്. ഇതേ അതുകൊണ്ട് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെയിം ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ്. ഇതിന്റെ യോക്ക് ഇങ്ങനെ വരും. നമ്മൾ ആ ലേസ് നല്ല ഭംഗിയായിട്ട് റെഡ് കളർ ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡ് ഇതേപോലെ. അപ്പോൾ നല്ലൊരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.